Daily. Taste the Daily. ഉയർന്ന ശമ്പളത്തോടുകൂടി മെഡിക്കൽ IT രംഗത്ത് ജോലി നേടിയാലോ? ഇത് മെഡിക്കൽ സ്ക്രൈബിംഗിന്റെ കാലം, മറക്കണ്ട. ലൂമിനിസ്. എന്റെ കൂടെയുള്ള അന്നത്തെ ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാലമായി നമ്മൾ കണ്ടിട്ട് നമ്മുടെ ഒരു ചൈൽഡ്ഹുഡിൽ മെയിൻ ആയിട്ട് നമ്മൾ കണ്ടിരിക്കുന്ന മൂവീസിലൊക്കെ അദ്ദേഹത്തിന് റോൾ ഉണ്ട്. ചൈൽഡ്ഹുഡ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊരു 50 വയസ്സാക്കിയില്ലേ, ഒരു 1-2 വർഷം ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു തുടങ്ങി. അത് നീണ്ടു പോയി ഇപ്പോ 10 വർഷമായി. അതെ. അപ്പൊ ഇങ്ങനെ ഗോൾ എന്നുള്ള പടത്തിലേക്ക് എത്തിയത് അത് ആക്ച്വലി ഷൂട്ടിംഗ് കാണാൻ പോയതാ. അച്ഛൻ അമ്മ അങ്ങനെ യാതൊരു വക സിനിമ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാളാണല്ലോ. എന്നിട്ടും ഞാൻ തെറി കേട്ടിട്ടുണ്ട്. പക്ഷെ ആണോ? അച്ഛന്റെ പേരും പറഞ്ഞിട്ട് ഒരു ദിവസം നോക്കുമ്പോ ഭയങ്കര ഈ FB-ലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര തെറിവിളികളാണ് മൊത്തം. മോശമായ കമന്റ്സ് എനിക്കും വൈഫിനും ഒക്കെ. എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞാലാണല്ലോ ചീത്ത വിളിക്കണ്ടേ. നോക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അന്നൊരു ഇഷ്യൂ നടക്കണ്ടായിരുന്നു. അപ്പൊ ആ പ്രശ്നത്തിൽ ഇൻവോൾവ് ആയ ഒരാളുടെ വിക്കിപീഡിയയിലോ സംതിങ് അദ്ദേഹത്തിന്റെ മകന്റെ സ്ഥാനത്ത് ലിങ്ക്ഡ് ആയിട്ട് കിടക്കുന്നത് എന്റെ പേരും എന്റെ പേജുമാണ്. അപ്പൊ കുറെ പേര് വിചാരിച്ചു അദ്ദേഹത്തിന്റെ മകൻ ഞാനാണ്. എനിക്ക് 7 വയസ്സുള്ളപ്പോഴാണ് ഗോളൊക്കെ ഇറങ്ങണേ. മതി, ഞാൻ ഒരെണ്ണം പറഞ്ഞു. ഒരാൾക്ക് വിഷമം വന്നാൽ എന്താ ചെയ്യാ, അത് ചെയ്യണം. അല്ലാണ്ട് അവിടെ ഈ മറ്റേ പണ്ടുള്ള കാലത്ത് പറയണ പോലെ ആൺകുട്ടികൾക്ക് അറിയരുത് പെൺകുട്ടികൾക്ക് അറിയരുത് അങ്ങനത്തെ കോൺസെപ്റ്റ് ഒന്നും അല്ലല്ലോ. ഫസ്റ്റ് മൂവി തന്നെ ഭയങ്കര ആൾക്കാർ സ്വീകരിച്ച ഒരു ക്യാരക്ടർ. 7 വയസ്സുള്ളപ്പോ ഹായ്, ബിഹാർ വുഡ് സൈസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പൂജ കൃഷ്ണ. സോ എൻ്റെ കൂടെയുള്ള അന്നത്തെ ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാലമായി നമ്മൾ കണ്ടിട്ട്. ഇൻ്റർവ്യൂവിൽ നമ്മൾ അങ്ങനെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പം നമ്മുടെയൊക്കെ ഒരു ചൈൽഡ്ഹുഡിൽ മെയിനായിട്ട് നമ്മൾ കണ്ടിരിക്കുന്ന മൂവീസിലൊക്കെ അദ്ദേഹത്തിന് റോളുണ്ട്. ഹായ് രജിത് മേനോൻ. ഹായ്. താങ്ക് യു സോ മച്ച്. ചൈൽഡ്ഹുഡ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊരു 50 വയസ്സാക്കിയില്ലേ. എനിക്ക് 24 ഉള്ളൂ. അല്ല എനിക്ക് അല്ല, അപ്പൊ ഞാൻ 2000 ആ സമയത്ത് എനിക്ക് 7 വയസ്സുള്ളപ്പോഴാണ് ഗോളൊക്കെ ഇറങ്ങണേ. മതി, ഞാൻ ഒരെണ്ണം പറഞ്ഞു. ഹൗ ആർ യു? എങ്ങനെയുണ്ട് ഇപ്പം? I'm good. All good. ഇപ്പൊ ചെന്നൈയിലാണല്ലേ? ചെന്നൈയാണ് താമസം ബേസിക്കലി. ഞാൻ പഠിച്ചതും ചെന്നൈയിലാണ്. അപ്പൊ അതുകൊണ്ട് എഞ്ചിനീയറിംഗ് മുതൽ ആക്ച്വലി ഗോൾ ചെയ്യുന്ന സമയം തൊട്ട് ചെന്നൈയിലാണ്. അപ്പൊ അങ്ങനെ പിന്നെ അവിടെ അവിടെ തന്നെ സെറ്റിൽ ആയി. അപ്പൊ ഗോളാണ് ആക്ച്വലി ആദ്യത്തെ പടം അല്ലേ, ഡെബ്യൂ മൂവി. അപ്പൊ അതിൽ തന്നെ നായകനായിട്ടാണ് അഭിനയിക്കുന്നത്. അതന്നെ ഹിറ്റായി, എല്ലാവരും അറിഞ്ഞു ആ ക്യാരക്ടർ. അതിനുശേഷം പിന്നെ ഒരുപാട് മൂവീസിൽ നമ്മൾ ചെയ്താലും ആ ഒരു ഗോളിനെ പറ്റി ആൾക്കാർ സംസാരിക്കുന്ന പോലെ പിന്നീട് അത് അങ്ങോട്ട് വന്നില്ല. അപ്പോൾ അതിനെ പറ്റി എന്താ പറയുന്നത്, ലൈക്ക് വൈ ദാറ്റ് ഹാപ്പൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ? അല്ല, ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഗോൾ കഴിഞ്ഞതിന്റെ ശേഷം എൻ്റെ ഫോക്കസ് എഡ്യൂക്കേഷൻ ആയിരുന്നു. ബിക്കോസ് ഞാൻ എഞ്ചിനീയറിംഗ് തുടങ്ങിയ സമയമായിരുന്നു. അപ്പോൾ എനിക്കൊരു 4 വർഷം അൺടിൽ 2010 എനിക്ക് പ്രയോറിറ്റി അതായിരുന്നു. അപ്പോൾ എൻ്റെ ഇപ്പോൾ സിനിമകൾ വന്നാലും എൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് അവിടെ നിന്ന് ലീവ് കിട്ടുമോ എന്നുള്ളതായിരുന്നു എൻ്റെ പ്രശ്നം. സോ ഞാൻ അതിനനുസരിച്ചാണ് സിനിമകളൊക്കെ ചെയ്തത്. ഫോർ എക്സാമ്പിൾ ലൈക്ക് വെള്ളത്തോല് ചെയ്യുമ്പോൾ ഞാൻ എന്താ പറയുക, ക്രിസ്മസ് വെക്കേഷൻ്റെ ലീവ് മാനേജ് ചെയ്തിട്ടാണ് അഭിനയിച്ചത്. ജനകൻ ചെയ്യുമ്പോൾ ദീപാവലിയുടെ വെക്കേഷനൊക്കെ അങ്ങനെയൊക്കെ മാച്ച് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. സോ ബേസിക്കലി എൻ്റെ ആദ്യത്തെ 4 ഇയേഴ്സ് അങ്ങനെയായിരുന്നു. ആൻഡ് ഓവർ ദി ഇയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മൊത്തത്തിൽ ഒരു 10-11 സിനിമകളാണ് മൊത്തം ചെയ്തിട്ടുള്ളത്. ആൻഡ് അതിനുശേഷം ഒരു 7s ഒക്കെ സമയത്താണ് ഞാൻ കുറച്ചും കൂടി ഒന്ന് ആക്റ്റീവായിട്ട് ഇറങ്ങിയത്. പക്ഷേ ഈ പറഞ്ഞ പോലെ യുനോ, കാരണം മേ ബി അത് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ബ്രേക്ക് ചെയ്യാൻ ഇത്തിരി പാടായിരുന്നു. അപ്പോഴാണ് ഞാനും 2013 ഒക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഐ ഷുഡ് ടേക്ക് എ ബ്രേക്ക്, ഒരു 1 or 2 ഇയേഴ്സ് ബ്രേക്ക് എടുക്കാം. പിന്നെ ആ സമയത്ത് എൻ്റെ ഒരു ഫോക്കസ് ഓൺ ഡിറക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ മ്യൂസിക് വീഡിയോസ് ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നതും അങ്ങനെയൊക്കെ ആയിട്ട്. സോ ഒരു 1-2 വർഷം ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു തുടങ്ങി. അത് നീണ്ടു പോയി ഇപ്പോ 10 വർഷമായി. അതെ. അപ്പോൾ ഈ ഒരു 10 ഇയേഴ്സ് ഇപ്പൊ ആദ്യം തന്നെ ഒരു 1 to 2 ഇയേഴ്സ് നമുക്ക് ഗ്യാപ്പ് എടുക്കാന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരുവിധം ആക്ടേഴ്സ് ഒക്കെ നമുക്കൊരു ബ്രേക്ക് എടുക്കാം അല്ലെങ്കിൽ ഇപ്പൊ അങ്ങനെ വിചാരിക്കുന്നത് ആക്ച്വലി നല്ലതാണോ, അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് എടുത്തു കഴിഞ്ഞാൽ പ്രോബ്ലംസ് ആണോ കൂടുതലുള്ളത്? അയ്യോ, അങ്ങനെയൊന്നും എനിക്കറിയില്ല. ഞാൻ ആ സമയത്ത് എനിക്ക് ബ്രേക്ക് വേണമായിരുന്നു. ബിക്കോസ് ഈ പറഞ്ഞ പോലെ എനിക്കൊരു ഒരു എന്താ പറയുക, ഒരു റീ എൻട്രി പോലെ ഐ വാണ്ടഡ് എ ബ്രേക്ക്. പിന്നെ എൻ്റെ മെയിൻ ഞാൻ ബ്രേക്ക് എടുക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്ക് എൻ്റെതായ ഒരു ഹോംവർക്ക് ചെയ്യണമായിരുന്നു. ആ ഹോംവർക്ക് എന്ന് പറയുന്നത് ഫോർ ഡിറക്ഷൻ. സോ എനിക്കൊരു ബേസിക്കലി ഞാൻ ഒരു ആക്ടറാണ്, ഐ എം ഗോയിങ് ടു ഡയറക്ട് എന്ന് പറയുന്നേക്കാൾ ഉപരി എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു പ്രൂവ് ചെയ്യേണ്ട ഒരു ആവശ്യം എനിക്കുണ്ടായിരുന്നു, എനിക്ക് പേഴ്സണലി എന്നോട് തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് ഒരു മ്യൂസിക് വീഡിയോസും ഒരു 10ഓളം ആഡ്സും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ചെയ്തതും. സോ അങ്ങനെയാണ് ഞാൻ ബ്രേക്ക് എടുത്തത്.
ബ്രേക്ക് എടുത്തപ്പോൾ പിന്നെ കുറച്ച് ലോങ് ബ്രേക്ക് ആയി പോയി എന്ന് മാത്രമേ ഉള്ളൂ. അതെ. പിന്നെ ഈവൻ എന്താ പറയാ, പിന്നെ ഇതെല്ലാം എല്ലാത്തിനും അതിൻ്റെതായ സമയം കൊണ്ട് ദാസ അത്രേ ഉള്ളൂ. നമ്മളിത് പ്ലാൻ ചെയ്തിട്ട് ഒന്നും സംഭവിക്കുന്നല്ലോ, അങ്ങനെ വരുന്നതാണ്. അതെ, ഇപ്പൊ ഫസ്റ്റ് മൂവി തന്നെ ഭയങ്കര ആൾക്കാർ സ്വീകരിച്ച ഒരു ക്യാരക്ടർ 7 വയസ്സുള്ളപ്പോ എനിക്ക് 7 വയസ്സുള്ളപ്പോ ഗോൾ എന്ന് പറഞ്ഞ പടം ഫസ്റ്റ് മൂവി തന്നെ അങ്ങനെ ഒരു നമുക്കൊരു ബ്രേക്ക് ത്രൂ ആവുമ്പം അതിനെ മറികടക്കാൻ പിന്നീട് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് തോന്നിയിട്ടുണ്ടോ? ലൈക്ക് ഇപ്പൊ ഫസ്റ്റ് തന്നെ നമുക്കൊരു അല്ല, എനിക്ക് അങ്ങനെയില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ ഓരോ സിനിമകൾക്കിടയിലും ഭയങ്കര ഗ്യാപ്പ് ഉണ്ടായിരുന്നു. കാരണം ഈ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് കുറെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഞാൻ അതാ പറഞ്ഞത്, അതായത് 2007 തൊട്ട് ഞാനിപ്പോൾ ലാസ്റ്റ് ചെയ്യുന്ന 2014 വരെ ആ ഒരു 7 ഇയേഴ്സിലാണ് ഞാനൊരു 10 സിനിമകൾ ചെയ്തത്. 7 ഇയേഴ്സ്. ഇപ്പൊ ഒരു വർഷത്തെ 10 പടം അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് 10 പടമൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ചെയ്യാറുണ്ടല്ലോ. പക്ഷെ ഞാനൊരു 7 വർഷത്തിലാണ് 10 പടം ചെയ്തിട്ടുള്ളൂ. സോ ഇപ്പൊ ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു ഫോൾ കാരിയർ ആലോചിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു 17 വർഷമായിട്ട് എന്ന് പറയാം. പക്ഷെ 10 വർഷം ഞാൻ സിനിമയെ ചെയ്തിട്ടില്ല. സോ അങ്ങനത്തെ ഉള്ളൊരു ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് സോ ദ മോസ്റ്റ് മെമ്മറബിൾ ഏതാണോ അതിനെ മറികടക്കണമെങ്കിൽ നമ്മൾ ഓൾട്ടർനേറ്റീവ് ആയിട്ട് സിനിമകൾ ചെയ്യണം, അല്ലെങ്കിൽ ആ ചെയ്യുന്ന സിനിമകൾ അതിന്റെ മേലെ പോകണം. അപ്പൊ അത് പറ്റി സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. ഓക്കെ, അപ്പൊ ഇപ്പൊ നമുക്കൊരു ഗോൾ ഉണ്ടാവുമല്ലോ, ലൈക്ക് ദ മൂവി ഗോൾ. നമുക്ക് എനിക്കൊരൊറ്റ ഗോളേ ഉള്ളൂ, ഡിറക്ഷൻ ആണ്. എനി ടൈം ഏത് ഉറക്കത്തെ ചോദിച്ചാലും അത് തന്നെയാണ് ഉത്തരം. ഞാൻ ഇൻഫാക്ട് എൻ്റെ ലൈക്ക് വൈഫിൻ്റെ അടുത്ത് ഞാൻ ആദ്യം കാണുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം അതാണ്, എന്നെ ഒരു ആക്ടറായിട്ട് കാണരുത്, ഞാൻ ഡയറക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ സ്ട്രഗിൾസും എല്ലാം അതിൽ തന്നെയാണ്. എൻ്റെ ഗോൾ അത് തന്നെയാണ്, എൻ്റെ ഡെസ്റ്റിനേഷൻ അതാണ്. ഓക്കെ, അപ്പോൾ ഈ നമ്മളിപ്പം ഓൾറെഡി ഫസ്റ്റ് തന്നെ ഒരു ആക്ടർ ആയിട്ടാണ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. പക്ഷെ ആ ടൈമിലും ഡയറക്ഷൻ തന്നെയായിരുന്നു, അതോ ആദ്യം ഒരു ആക്ടർ? എൻ്റെ 9th സ്റ്റാൻഡേർഡിൽ തുടങ്ങിയതാണ്. അത്ര സമയം തൊട്ടിട്ട് ആക്ടിങ് അല്ല, എന്റെ 9th സ്റ്റാൻഡേർഡില്, അത് ഈ കഥ പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കില്ല. അതായത് എന്റെ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഞാൻ ഈ വെള്ളി നക്ഷത്രം നാന പോലത്തെ മാഗസീനിൽ അന്ന് ഞാൻ നമ്പേഴ്സ് എടുത്തിട്ട്, ലാൻഡ് ലൈൻ നമ്പേഴ്സ് എടുത്തിട്ട് ഞാൻ പറഞ്ഞ ഇപ്പോൾ 2005 അല്ല 2004 2003 ആ കാലഘട്ടം പറഞ്ഞേ. നമ്പേഴ്സ് എടുത്തിട്ട് ഞാൻ ജയരാജ് സാർ, കമൽ സാർ, കെ മധു സാർ, ഇവരൊക്കെ ഞാൻ ഫോണിൽ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഫോണിൽ വിളിക്കണം എന്തിനാ കഥ പറയാൻ, അവരോട് കഥ പറയാൻ വേണ്ടി വിളിക്കണേ. അപ്പൊ ജയരാജ് സാറ് ഫോൺ എടുത്തില്ല, കമൽ സാറ് ഫോൺ എടുത്തില്ല, കെ മധു സാറ് ഫോൺ എടുത്തു. അപ്പോ ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് കഥ പറയാനുണ്ട്. അപ്പൊ സാർ ഓക്കെ, എന്താണ് പേര്, എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു 9th അപ്പൊ സാർ ആക്ച്വലി ചിരിച്ചു. സാർ ചിരിച്ചിട്ട് സാറ് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്താലും ഒരു 10th 12th ഒക്കെ കഴിയട്ടെ, എന്നിട്ട് എന്നെ വിളിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ആക്ച്വലി ഒരു ദൈവത്തിന്റെ ഒരു ബ്ലെസ്സിങ് ആണ് ദാറ്റ് അന്ന് ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുത്തില്ല കമൽ സാറ്. പക്ഷെ കമൽ സാറിന്റെ പടത്തിൽ തന്നെ ഞാൻ നായകനായിട്ട് വന്നു. സോ അതൊരു ബ്ലെസ്സിങ് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞത്, ഞാൻ അന്നേ അപ്പൊ എനിക്ക് ടെക്നിക്കൽ സൈഡ് ആയിരുന്നു കൂടുതലും താല്പര്യം. അപ്പൊ ഇങ്ങനെ ഗോൾ എന്നുള്ള പടത്തിലേക്ക് എത്തിയത് ഒരു ആക്ടറായിട്ട്? അയ്യോ, അതൊരു വലിയ കഥയാണ്. അത് ആക്ച്വലി ഷൂട്ടിംഗ് കാണാൻ പോയതാ. അപ്പോൾ കറുത്ത പക്ഷികൾ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് തൃശ്ശൂർ ഉണ്ടായപ്പോൾ ഞാൻ ആ സിനിമയുടെ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി പോയതാ. അങ്ങനെ ആ ഷൂട്ടിംഗ് കാണാൻ പോയപ്പോൾ അന്ന് അസിസ്റ്റന്റ് ആയിരുന്ന സുഗീതേട്ടൻ, ഇപ്പോൾ ഓർഡിനറി, മധുരത്താരങ്ങ ഒരുപാട് സിനിമകൾ, സൂപ്പർ ഹിറ്റ് സിനിമകൾ നൽകിയിട്ടുള്ള സുഗീതേട്ടൻ അന്ന് അസിസ്റ്റന്റ് ആയിരുന്നു. അന്ന് സുഗീതേട്ടൻ എന്നെ കണ്ടിട്ട് സുഗീതേട്ടൻ ഒരു ആൽബം ആക്ച്വലി എടുക്കാൻ പോയിരുന്നു. അപ്പൊ അതിലേക്ക് എന്നെ കണ്ടപ്പോൾ കൊള്ളാം, ആൽബത്തിലേക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് എൻ്റെ നമ്പറൊക്കെ വാങ്ങി. പിന്നീടാണ് ഗോൾ സംഭവിക്കുന്നതും. ഗോളിലേക്ക് അപ്പൊ എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത്, കമൽ സാർ അന്വേഷിച്ച് നടന്ന ആളെ കിട്ടിയില്ല. ഒരു ഹണ്ടൊക്കെ നടത്തി, പക്ഷെ വേണ്ട ആളെ കിട്ടിയില്ല. അപ്പോ എന്താ പറയാ, അങ്ങനെയാണ് സുഗീതേട്ടൻ എൻ്റെ പേര് റെഫർ ചെയ്യുന്നത്, ഞാൻ അങ്ങനെ ഒരു ആൽബത്തിന് വേണ്ടി ഒരാളെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് പിന്നെ കോൾ വരുന്നതും കാണുന്നതും ഓഡിഷൻ അറ്റൻഡ് ചെയ്യുന്നതും അങ്ങനെയൊക്കെ സംഭവിച്ചത്. അതാണ് ആ ഒരു സ്റ്റോറി അല്ലേ? അപ്പൊ ഇത്രയും ഒരു 10 years ഗ്യാപ്പ് എടുത്തു, ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു മൂവിയും കൂടെ ചെയ്തു. സോ അതിനെ പറ്റിയിട്ട് സോ മൂവിയുടെ പേര് സിക്കാഡ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രീജിത്ത് എടവണയാണ് ഡയറക്ടർ. അപ്പോൾ ശ്രീജിത്തിന്റെ ഫസ്റ്റ് ഡയറക്ടോറിയൽ വെഞ്ചറാണ്. ആൻഡ് സിക്കാഡ ഈസ് റിലീസിങ് ഓൺ August 9th. ഒരു സർവൈവൽ ത്രില്ലറാണ്, ഡ്രാമയാണ്. ഞാനാണ് നായിക കഥാപാത്രം ജോ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്നത്. നായികയായിട്ട് ഗായത്രി മയൂരയാണ് അഭിനയിക്കുന്നത്. പിന്നെ ഒരു മെയിൻ ലീഡ് റോളിൽ പിന്നെ ജെയ്സ് ജോസ് എന്ന് പറയുന്ന ആക്ടറാണ് ഉള്ളത്. പിന്നെ ഒരുപാട് ആക്ടേഴ്സും എല്ലാവരും ഉണ്ട്. നമ്മളിപ്പോൾ ചില സിനിമകൾ കണ്ട് നമുക്ക് ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആവുക, ഇൻസ്പയർഡ് ആവുക എന്നൊക്കെ പറയില്ലേ.
ഇതിൽ ആക്ച്വലി ഇൻസ്പയർഡ് ആവാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ് എങ്ങനെ ആവരുത് എന്ന് ഇതിലത്തെ നായകനെ കണ്ടാൽ മനസ്സിലാവും. സോ ഒരു നെഗറ്റീവ് ഷെയ്ഡാണ് ആക്ച്വലി ചെയ്യുന്നത്. അതായത് ക്യാരക്ടർ മറ്റേ എന്താ പറയുക നായകനാണ്, നെഗറ്റീവ് ക്യാരക്ടർ അല്ല. പക്ഷെ ഈ ക്യാരക്ടറിന് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. അപ്പൊ ആ നെഗറ്റീവ്സിനെ മറ്റേ ഇത്രയും നെഗറ്റീവ്സ് ഉള്ള അല്ലെങ്കിൽ എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് എന്നുള്ളൊക്കെ സിനിമ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. പക്ഷെ അതിനെ എങ്ങനെയാണ് നമ്മുടെ പ്രകൃതി അതിനെ ലൈക്കിനോ ടോണ്ട് ചെയ്യുന്നത്, അതേപോലെ വൈൽഡ് ലൈഫ് ആനിമൽസ് എങ്ങനെയാണ് ടോണ്ട് ചെയ്യുന്നത്, ഒരാളൊരു കാട്ടിൽ പെട്ടുപോയാൽ എന്തൊക്കെയായിരിക്കും അതിൻ്റെ സിറ്റുവേഷൻ. സോ ബേസിക്കലി ഒരു പ്രകൃതിയുടെ ഒരു സോ കോൾഡ് ഒരു കർമ്മ എന്നൊക്കെ പറയുന്ന ഒരു സംഭവത്തിലൂടെയാണ് സിക്കാഡ ട്രാവൽ ചെയ്യുന്നത്. ആദ്യത്തെ പടം തന്നെ ലോഞ്ച് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സ്റ്റാർ എന്നുള്ള ഒരു സാധനത്തിലേക്ക് വന്നിട്ട് പിന്നെ എവിടേക്ക് ഇതേപോലെ ഇൻസൾട്ട് ചെയ്യപ്പെട്ട് അങ്ങനെ വരുമ്പോൾ ഭയങ്കരമായിട്ട് എവിടെയെങ്കിലും കൊണ്ടിട്ടുണ്ടോ? ഒട്ടുമില്ല, ഞാൻ പറഞ്ഞില്ല. ബിക്കോസ് ഞാൻ ലോഞ്ച് ചെയ്യപ്പെട്ടത് ആസ് എൻ ആക്ടറാണ്. എനിക്ക് ആക്ടിങ് രീതിയിൽ ദൈവാനുഗ്രഹിച്ചിട്ട് അങ്ങനെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഞാൻ നേരിട്ടിട്ടില്ല. ഇൻഫാക്ട് എന്തുകൊണ്ടാ വെച്ചാൽ ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, അതിന് പിന്നാലെ ഒരുപാട് പോയിട്ടില്ല. എനിക്ക് വരുന്നു നല്ല കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന ചെയ്യുന്നു എന്ന് ഒഴിച്ചാൽ ഞാൻ അതിൻ്റെ പിന്നാലെ ഒരുപാട് ഡെഡിക്കേറ്റഡ് ആയിട്ട് പോകാത്തതുകൊണ്ട് കൂടി ആയിരിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഫിലിം മേക്കിംഗ് സൈഡിലും എനിക്ക് അങ്ങനെ റിജക്ഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമല്ല. ചിലപ്പോൾ ചില സംഭവങ്ങൾ ഒത്തുചേരാതെ വരുന്നുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മളിപ്പോൾ ഓൾറെഡി കുറെ ആക്ടേഴ്സ് ആക്ടിങ്ങിലൂടെ വന്നിട്ട് പിന്നെ ഡയറക്ടേഴ്സ് ആയിട്ട് മാറുന്ന ഒരു ഫാഷൻ എല്ലാവരും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്നേ നമ്മളൊരു ആക്ടർ ആയിട്ട് തന്നെ ഒന്ന് തുടർന്ന് വന്നിട്ട് പിന്നെ ഇതിലേക്ക് പോയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ആക്സസിബിലിറ്റി ഉണ്ടായിരുന്നേനെ തോന്നിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ നേരത്തെ പറഞ്ഞ അങ്ങനെ ഭയങ്കരമായൊരു പ്ലാനിങ് വെച്ചിട്ടൊന്നുമല്ല. അപ്പൊ ചെയ്യുന്നത് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ എനിക്ക് ചെയ്യുന്നത് തോന്നുന്നു ചെയ്യുന്നു അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇതിനിപ്പോ അങ്ങനെ പിന്നെ ഈ സിനിമയും ഇതിലെല്ലാം പിന്നെ ഏത് മേഖലയാണെങ്കിലും ശരി നമുക്ക് ലക്ക് ഫാക്ടർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പോൾ ആ ഒരു ലക്ക് ഫാക്ടർ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈ പറഞ്ഞ പോലെ ഗോളിൻ്റെ രൂപത്തിൽ വന്നു. ഒരു പക്ഷെ അതില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ സിനിമ പോലും എനിക്ക് എന്താ വരാൻ പോലും പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ലൈക്ക് നമുക്ക് ഫാമിലി ഹിസ്റ്ററി ആയിട്ടോ അല്ലെങ്കിൽ ഒന്നും സിനിമയായിട്ട് ഒരു ബന്ധമില്ലാത്ത. രജിത്തിന്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എവിടെന്നാ, ലൈക്ക് എങ്ങനെയാ? ഞങ്ങൾ തൃശ്ശൂരാണ് നേറ്റീവ്. അതെ, അച്ഛനും അമ്മയും ചേച്ചിയും എല്ലാവരും. പക്ഷെ ഞങ്ങൾ പഠിച്ചു വളർന്നൊക്കെ അബുദാബിയിലാണ്. ആൻഡ് സിസ്റ്റർ ഫാമിലി ഒക്കെ അബുദാബി തന്നെയാണ്. ഞാൻ എന്താ തൃശ്ശൂർ ഒരു 9th കഴിഞ്ഞപ്പോഴാണ് ഞാൻ വന്നത്. 12ാം ക്ലാസ് വരെ തൃശ്ശൂരിൽ പഠിച്ചു. പിന്നെ എഞ്ചിനീയറിംഗ് ചെന്നൈ, പിന്നെ ത്രൂ ഔട്ട് ചെന്നൈയിലാണ് താമസം. പിന്നെ വൈഫുണ്ട്, കുട്ടിയുണ്ട്. അതിലേക്ക് അതായത് ഇപ്പം അച്ഛനമ്മ അങ്ങനെ യാതൊരു വക സിനിമ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാളാണല്ലോ രജിത്ത്. അങ്ങനെ ഇതില്ല. അപ്പൊ ഈ കുറച്ചുകൂടെ ഇങ്ങനത്തെ കാര്യങ്ങൾ എന്നിട്ടും ഞാൻ തെറി കേട്ടിട്ടുണ്ട്. പക്ഷെ ആണോ അച്ഛന്റെ പേരും പറഞ്ഞിട്ട് അത് വലിയ കഥയാണ്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇല്ലില്ല, അതൊരു മറ്റേ 2019 2019 ആക്ച്വലി. അപ്പൊ ഞാനും വൈഫൊക്കെ കൂടി ഞങ്ങളൊരു ട്രിപ്പ് പോയിരിക്കുകയായിരുന്നു. അപ്പൊ ആ ട്രിപ്പ് പോയിട്ട് ഞങ്ങൾ അവിടെ നോക്കുമ്പോൾ ഒരു ദിവസം നോക്കുമ്പോൾ ഭയങ്കര FBയിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഭയങ്കര തെറിവിളികളാണ് മൊത്തം. എന്നുവെച്ചാൽ മോശമായ കമന്റ്സ് എനിക്കും വൈഫിനൊക്കെ. അപ്പൊ എനിക്കത് മനസ്സിലാവുന്നേ ഇല്ല. കാരണം ഞാനാണെങ്കിൽ ഇപ്പോൾ സിനിമകൾ ഇപ്പോൾ ആ സമയത്ത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു തരത്തിലും എന്നെ ചീത്ത വിളിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്തെങ്കിലും ഇൻവോൾവ് ആയാലല്ലേ വിളിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞാലാണല്ലോ ചീത്ത വിളിക്കേണ്ടത്. അപ്പൊ എനിക്കും വൈഫിനും ഭയങ്കരമായിട്ട് ചീത്ത വിളിയാണ്. അപ്പോൾ വൈഫ് എന്തോ ഇട്ട് പോസ്റ്റിനൊക്കെ താഴെ തന്നെ വന്നിട്ട് എന്നാലും നിങ്ങളുടെ ഹസ്ബൻഡ് അങ്ങനെയല്ലേന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയോ. നോക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അന്നൊരു ഇഷ്യൂ നടക്കണ്ടായിരുന്നു. അപ്പൊ ആ ഇഷ്യൂല് അദ്ദേഹത്തിന്റെ പേര്, അതായത് ആ ഇഷ്യൂ, ഞാനിപ്പോ അതിലെ ഇഷ്യൂലേക്ക് ഇനി പോകുന്നില്ല കാരണം അത് കഴിഞ്ഞ കേസാണ്. 2 പേരുടെ ഒരു പ്രശ്നം, അതിൽ കുറെ ജാതീയത വന്നു, കുറെ അത് വന്നു, ഇത് വന്നു, അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ് എന്നൊക്കെ പറഞ്ഞുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു പ്രശ്നം. അപ്പൊ ആ പ്രശ്നത്തിൽ ഇൻവോൾവ് ആയ ഒരാളുടെ വിക്കിപീഡിയയിലോ സംതിങ് അദ്ദേഹത്തിന്റെ മകന്റെ സ്ഥാനത്ത് ലിങ്ക്ഡ് ആയിട്ട് കിടക്കുന്നത് എൻ്റെ പേജുമാണ്. അപ്പൊ കുറെ പേര് വിചാരിച്ചു അദ്ദേഹത്തിന്റെ മകൻ ഞാനാണ്. എന്നിട്ട് അന്ന് ഞാൻ തന്നെ മറ്റേ FBയിൽ പോസ്റ്റ് ഒക്കെ ഇട്ട് അവസാനം കുറെ മീഡിയക്കാരൊക്കെ ഹെൽപ്പ് ചെയ്തു. ഇൻ ദ സെൻസ് ന്യൂസ് ആയിട്ട് കൊടുത്തതിന്റെ ഒക്കെ ശേഷം ഒക്കെയാണ്. എന്നിട്ട് അദ്ദേഹം എന്നെ വിളിച്ച് സോറിയും പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ അതിപ്പോ ലൈക്ക് നിങ്ങളുടെ മിസ്റ്റേക്ക് ഒന്നുമല്ലല്ലോ, ഇതിപ്പോ ആരൊക്കെയോ കുറെ പേര് നോക്കുമ്പോ എന്റെ പേരായിട്ട് കിടക്കുന്നു. അപ്പൊ അങ്ങനെ അപ്പൊ എന്താ പറയാ വെറുതെ ഇരുന്നാലും തെറി കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല. അക്കാഡമിക്കലി ഐ ഡിഡ് എഞ്ചിനീയറിംഗ്, പിന്നെ MBA, പിന്നെ ഞാൻ മാസ്റ്റേഴ്സ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ ചെറിയ പഠിത്തങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സർട്ടിഫിക്കറ്റ് കോഴ്സസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോ ഇപ്പൊ സിനിമയാണ് ഇഷ്ടം. 9ാം ക്ലാസ്സിൽ ആ ഒരു സ്വപ്നത്തിനെ പറ്റി സംസാരിച്ചല്ലോ. അപ്പൊ ആ ഒരു ഇത്രയും ഗ്യാപ്പില്
ഇപ്പൊ ഒരു സിനിമയിൽ നിന്ന് ഗ്യാപ്പ് എടുത്തിട്ട് സിനിമ പഠിക്കാതല്ലാതെ ഈ എഞ്ചിനീയറിംഗ് പഠിക്കാൻ എന്റെ ലൈക്ക് ലൈഫിൽ അയ്യോ അത് യു ആർ ഗെറ്റിംഗ് ഇറ്റ് റോങ്. ഞാൻ പറഞ്ഞത് ഞാൻ പഠിച്ച കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ബ്രേക്ക് എടുത്തത് എഞ്ചിനീയറിംഗ് പഠിക്കാന്നല്ല. പിന്നെ എഞ്ചിനീയറിംഗ് എങ്ങനെ പാസ്സായിന്ന് എനിക്കറിയുള്ളൂ. മാത്സ് 3 കുറിച്ചൊക്കെ ആലോചിച്ച് ഇപ്പോഴും ഞാൻ മറ്റേ എന്റെ കോളേജിൽ തന്നെ റെക്കോർഡായി പോയി. ഞാൻ 4th സെമസ്റ്റർ എക്സാം എഴുതാൻ പോകുമ്പോ 40 അരിയറാ എനിക്ക്, ഇൻക്ലൂഡിങ് പ്രസന്റ് പേപ്പേഴ്സ് ഉൾപ്പെടെ. പക്ഷെ ഒറ്റയടിക്ക് ഞാൻ പാസ്സായി. അവിടെ എന്താ പറയുക, ടീച്ചേഴ്സ് തന്നെ ഞെട്ടിപ്പോയി. കാരണം എങ്ങനെ പോയാലും പാസ്സാവില്ല എന്ന് ഉറപ്പിച്ചല്ലോ അവര്. കാരണം 40 പേപ്പർ പാസ്സാവണ്ടേ. എനിക്കാണെങ്കിൽ ഇനി പഠിക്കാൻ പറ്റില്ല, എനിക്ക് ഇനി അതിനു വേണ്ടി ഇരിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ മാക്സിമം എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഈ പറഞ്ഞ പോലെ ഒരു ലക്ക് ഫാക്ടറും ദൈവാധീനം കൊണ്ട് 40 പേപ്പറും പാസ്സായി ഒരു ഒറ്റടിക്ക്. അതുകൊണ്ട് എനിക്ക് സമാധാനമായി. എന്നിട്ട് ഞാൻ വീണ്ടും പഠിക്കാൻ പോകാനോ, ബെസ്റ്റായി. ഒരിക്കലും ഇല്ല. ഞാൻ ബ്രേക്ക് എടുത്ത് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞത് ഐ വോണ്ടഡ് ടു ഡു ഹോംവർക്ക് ഫോർ മൈ ഫിലിം മേക്കിംഗ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതായത് ഞാൻ ആ സമയത്താണ് ഞാൻ മ്യൂസിക് വീഡിയോ ഡയറക്ട് ചെയ്യുന്നത്, ഞാൻ ആ സമയത്താണ് ആഡ്സ് ഡയറക്ട് ചെയ്യുന്നത്. ഇതെല്ലാം എൻ്റെ ഹോംവർക്കും എൻ്റെ ഇപ്പോൾ ഒരു ഷോ റീലാണ്, ലൈക്ക് ഫോർ മീ ആസ് എ ഡയറക്ടർ ടു പ്രൂവ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാണ്ട് ബ്രേക്ക് എടുത്ത് എഞ്ചിനീയറിംഗ് പഠിക്കാൻ ബെസ്റ്റായി. ഇപ്പൊ ഒരു ടൈമില് അതൊരു ഫാഷനാണ്. അതായത് ഇപ്പൊ നമ്മുടെ ആക്ടിങ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ടാലന്റ് സൈഡിൽ ഒരു പാഷനും ബാക്കിയുള്ളത് പഠിക്കാനുള്ള ഒരു കാര്യം എന്നുള്ളത്. അപ്പൊ അങ്ങനെ തന്നെയായിരുന്നു വീട്ടിലും പാരന്റ്സ്? എന്റെ വീട്ടില് ഇന്ന് വരെ എന്റെ അച്ഛനും അമ്മയും ലൈക്ക് ടച്ച് വുഡ് എന്താ പറയാ, ബൈ ഗോഡ്സ് ഗ്രേസ്, അച്ഛൻ, അമ്മ, ചേച്ചി, എൻ്റെ വൈഫ് ഉൾപ്പെടുന്ന ഫാമിലിയെ കുറിച്ച് ഞാൻ പറയണേ, ഇന്ന് വരെ ലൈക്ക് വേറെ എന്തെങ്കിലും അല്ലെങ്കിൽ യുനോ എനിത്തിങ് ഒരു സജഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടില്ല. വാട്ട് എവർ യു ലൈക്ക് യു ഡു, അത്രേ ഉള്ളൂ. അത് ഞങ്ങളുടെ ഹോൾ ഫാമിലിയിൽ, ഇപ്പം എൻ്റെ ചേച്ചിയുടെ കാര്യത്തിലാണെങ്കിലും എൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, എൻ്റെ വൈഫാണെങ്കിലും നമുക്ക് എപ്പോഴും ഇപ്പോൾ ഒരു സിനിമ എന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്, ഏത് പ്രൊഫഷനാണെങ്കിലും നമുക്ക് വീട്ടുകാരുടെ ഒരു എന്താ പറയുക സപ്പോർട്ട് വേണം. എന്തുകൊണ്ടറിയോ? കാരണം തിരിച്ചു പോകുമ്പോൾ നമുക്ക് മടുക്കാൻ പാടില്ല. നമ്മളിപ്പോൾ തിരിച്ചു പോകുമ്പോൾ കുറേ പേർക്ക് ഉണ്ടാവും, അതായത് ഈ ബേസിക്കലി ഫാമിലി ലൈഫ് ഹാപ്പി ആണോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാൻ തോന്നുന്നുണ്ടോ എന്ന് ചിന്തിച്ചാൽ തന്നെ മതി. കാരണം കുറെ പേർക്കുണ്ട് ഇനി വീട്ടിൽ പോകണല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഹോം ഈസ് എ ഹോം ഓൾവേസ് അല്ലേ? ഹോം ഈസ് എ പ്ലേസ് വെർ യു ഹാവ് ടു ഗോ അല്ലേ? അപ്പൊ യു ഹാവ് ടു ഗോ ബാക്ക്. പക്ഷെ അതിന്റെ ഫീലിംഗ് ഉണ്ടാക്കണം. ത്രൂ ഔട്ട് ഒരു ഇയറിൽ കുറേ ഇപ്പൊ പറഞ്ഞില്ലേ ഇഷ്ടമുള്ള കാര്യമാണ് ഡയറക്ഷൻ, അതിങ്ങനെ ചെയ്യാൻ നോക്കുന്നു, മേ ബി വർക്ക്ഔട്ട് ആവുന്നില്ല. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജിലും ഇതേ പോസിറ്റിവിറ്റി തന്നെയായിരുന്നു രജിത്ത്? ലൈക്ക് അതിനോടുള്ള അപ്രോച്ച് അങ്ങനെയായിരുന്നു? അതോ ഗ്രാജുവലി അങ്ങനെ രജിത്തിന്റെ ക്യാരക്ടർ അങ്ങനെ ബിൽഡായി വന്നാണോ വി ഹാവ് ടു ബി പോസിറ്റീവ് അബൌട്ട് തിങ്സ് എന്ന് തോന്നിയത്? അല്ല, നമ്മൾ പോസിറ്റീവ് തന്നെയാണ് ത്രൂ ഔട്ട്, അതിൽ സംശയമൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ എൻ്റെ ഏറ്റവും വൾണറബിൾ സൈഡ് എന്ന് പറയുന്നത് കണ്ടിട്ടുള്ള ഒരേ ഒരാൾ വൈഫാണ്. അപ്പൊ വൈഫ് ഒഴിച്ച ബാക്കി എല്ലാവരുടെ അടുത്തും ഞാൻ പോസിറ്റീവ് ആയിരിക്കും. വൾണറബിൾ ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട് എത്ര ഓട്ടം, അഫ്കോഴ്സ് ഹ്യൂമൻ ബീങ് എന്നുള്ളതൊക്കെ എന്തായാലും വേണ്ടേ. മാത്രമല്ല ഇപ്പൊ നമ്മള് ഒരാൾക്ക് വിഷമം വന്നാൽ എന്താ ചെയ്യുക, അത് ചെയ്യണം. അല്ലാണ്ട് അവിടെ ഈ മറ്റേ പണ്ടുള്ള കാലത്ത് പറയണ പോലെ ആൺകുട്ടികൾക്ക് അറിയരുത് പെൺകുട്ടികൾക്ക് അറിയരുത് അങ്ങനത്തെ കോൺസെപ്റ്റ് ഒന്നുമല്ലല്ലോ. വിഷമം വന്നാൽ അറിയാ, ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടാം, അല്ലാണ്ട് എന്ത് പറ്റും? ഇപ്പൊ എവിടേക്കോ ലൈക്ക് ഇപ്പോ ഒരു ഏജ് എത്തുമ്പം മാരേജ് കഴിയുന്നു, അപ്പൊ അത് കഴിഞ്ഞ് ഫാമിലി റെസ്പോൺസിബിലിറ്റി വരുന്നു. അപ്പോൾ അത് ഫിലിമിനെ ബാധിക്കുമോ, അല്ലെങ്കിൽ അതൊരു സ്റ്റാർ അല്ലെങ്കിൽ അതൊരു ആക്ടറിനെ ബാധിക്കുന്നതായിട്ടോ അങ്ങനെ എന്തെങ്കിലും തോട്ട് വന്നിട്ടുണ്ടോ? ഒന്നുമില്ല, ഒരിക്കലും ഇല്ല. അത് കൂടുതൽ ഹെൽപ്പ് ചെയ്തതായിട്ടോ തോന്നിയില്ല? എൻ്റെ ലൈഫില് എന്താ പറയാ, ഇപ്പോൾ ഈ പറയുന്ന ഒരു ലക്ക് ഫാക്ടർ അല്ലെങ്കിൽ ഒരു ദൈവാധീനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് മൊമെന്റ്സിൽ ഒന്ന് കല്യാണം തന്നെയാണ്. മീൻ അങ്ങനത്തെ ഒരു ടച്ച് വുഡ് അഗൈൻ അങ്ങനത്തെ ഒരു ഫാമിലി ലൈഫ് അല്ലെങ്കിൽ ഒരു കമ്പാനിയനെ കിട്ടുന്നത് ഡെഫിനറ്റ്ലി നല്ല കാര്യമാണ്. അപ്പം അത് ഗോൾ സംഭവിച്ച പോലെ എന്താ പറയുക, ഒരു കമ്പാനിയനെ കിട്ടിയ പോലെ, എനിക്ക് എൻ്റെ മോളെ കിട്ടിയ പോലെ, ഇതേപോലെ ഇപ്പോൾ സിക്കാഡയും വന്നിട്ടുണ്ട്. സോ ഇതെല്ലാം ഒരു ദൈവാധീനം കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ ഈ സിക്കാഡയും മറ്റൊരു ഗോളായി മാറട്ടെ. അതാണ് ഇപ്പോ ഇത്രയും 10 years ഗ്യാപ്പ് എടുത്തിട്ട് ബാക്ക് ടു ഒരു ആക്ടിങ്ങിലേക്ക് വന്നപ്പോ ഹൗ വാസ് ദാറ്റ് എക്സ്പീരിയൻസ്? ഞാൻ ഒരു റീബോൺ പോലെ അല്ലെങ്കിൽ വീണ്ടും? അയ്യോ, റീബോൺ അല്ല. ഇതിൽ ആക്ച്വലി ശ്രീജിത്ത് ലൈക്ക് നമ്മള് നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അപ്പോൾ ശ്രീജിത്തിന്റെ ടാലന്റും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. നമ്മളെപ്പോഴും ചർച്ചകളിൽ സ്ഥിരം നമ്മളുടെ സിനിമ കഥകളും സിനിമ കാര്യങ്ങളൊക്കെ തന്നെയാണ് ചർച്ച. ശ്രീജിത്ത് ആക്ച്വലി ആസ് എ മ്യൂസീഷ്യൻ എനിക്ക് തോന്നുന്നു എന്താ പറയുക, ഇനിയും ഒരുപാട് എക്സ്പ്ലോർ ചെയ്യപ്പെടേണ്ട ഒരു മ്യൂസീഷ്യനാണ്. അത് ഒബ്വിയസ്ലി തെളിയിക്കപ്പെടുക വേറെ കാര്യം. അപ്പോൾ ആസ് എ ഡയറക്ടർ നമുക്കറിയാം. അപ്പോൾ ഇതിലിപ്പോൾ ശ്രീജിത്ത് മറ്റേ
ഒരു ഗ്യാപ്പിന് ശേഷം ഞാൻ വരുമ്പോൾ ശ്രീജിത്ത് എന്നെ കൊണ്ടും ചെയ്യിപ്പിച്ച ഒരു സംഭവം എന്താ വെച്ചാൽ ഞാൻ ഇതുവരെ എന്തൊക്കെ ഓൺ സ്ക്രീൻ ചെയ്തിട്ടില്ലയോ അതെല്ലാം അതിലുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് കംപ്ലീറ്റ് എൻ്റെ ഇൻഹിബിഷൻസും ഒബ്സ്റ്റക്കിൾസിനും എല്ലാം എടുത്ത് അങ്ങ് കളഞ്ഞ് ഒരു കംപ്ലീറ്റ് ഡിഫറെൻറ്റ് ഒരാളായിട്ട് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് ഈ ക്യാരക്ടർ അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, അങ്ങനെ വെറുതെ ചുമ്മാ ചെയ്യുന്നതല്ല, അതിന് എല്ലാത്തിനും ഒരു പേർപ്പസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം ഓൺ സ്ക്രീനിൽ ഐ മീൻ ഈ സിനിമയിൽ അങ്ങനെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത എല്ലാ കാര്യങ്ങളും ഓൺ സ്ക്രീൻ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ഒരു ഇൻഹിബിഷനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളൊരു ഒരു നല്ല കാര്യം കൂടി എനിക്ക് പേഴ്സണലി നടന്നു. ചലഞ്ച് അല്ല, ബിക്കോസ് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ഒരു കംഫർട്ട് സോണിലാണ് ചെയ്തത്. പക്ഷെ എനിക്ക് ഒരു പക്ഷെ ഞാൻ കുറച്ചു കാലം മുമ്പ് എന്നോട് ചോദിച്ചാൽ ചിലപ്പോൾ ഞാൻ ചെയ്യില്ലായിരിക്കും. എസ്പെഷ്യലി അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ടായിരുന്നൊരു മേഖലയല്ല. ഈ ചില ഇൻഹിബിഷൻസ് ഒക്കെ നമുക്ക് മാറ്റാൻ ഇത്തിരി ചില സമയം എടുക്കുമല്ലോ. അപ്പോൾ പക്ഷെ ഇപ്പം കംപ്ലീറ്റ്ലി ഫൈൻ വിത്ത് ഇറ്റ്. അതായത് സർട്ടൻ കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ വേണ്ട, അത് ചെയ്താൽ ചിലപ്പോൾ ശരിയാവില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും. ഇപ്പൊ പക്ഷെ എനിത്തിങ് ഫോർ ദ ക്യാരക്ടർ വി ആർ റെഡി ടു ഡു, അത്രേ ഉള്ളൂ. ഇപ്പൊ ഗോളിൽ ലൈക്ക് ഞാൻ ചോദിക്കണം, ആ ക്രൂവിനായിട്ട് ആരെങ്കിലും ഒക്കെ ആയിട്ട് കോണ്ടാക്ട് ഉണ്ടോ? പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പം ഈ സിനിമയിൽ സിക്കാഡയുടെ ബേസിക്കലി ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ എന്നെ കൊണ്ടുവരുന്നത് സുഗീതേട്ടനാണ്. ലൈക്ക് കമൽ സാറിനെ റെഫർ ചെയ്തിട്ട് വരുന്നത്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ജയ്സേട്ടനെ ആദ്യമായിട്ട് സുഗീതേട്ടനാണ് മധുരനാരങ്ങ സിനിമയിൽ കൊണ്ടുവരുന്നത്. ശ്രീജിത്തിന്റെ ആദ്യത്തെ മലയാള സിനിമ മധുരനാരങ്ങയാണ്, സുഗീതേട്ടനാണ്. സോ സുഗീതേട്ടൻ കമൽ സാറിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു അന്ന്. സോ ഞങ്ങൾ 3 പേരുടെ ഒരു ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ് സുഗീതേട്ടൻ. സോ സുഗീതേട്ടനായിട്ട് ഞങ്ങൾ ത്രൂ ഔട്ട് എപ്പോഴും കോണ്ടാക്ട് ഉള്ളത് തന്നെയാണ്. പിന്നെ എല്ലാവരുമായിട്ടും അങ്ങനെ ആരുമായിട്ടും കോണ്ടാക്ട് ഇല്ലായ്മയൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഒരു നമ്മളങ്ങനെ ഒരു ലൈക്ക് ഡെയിലി ബേസിസിലോ അങ്ങനെ ഒന്നുമല്ല, എപ്പോഴെങ്കിലും കാണുമ്പോഴുള്ള സൗഹൃദങ്ങളും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ട്. ഓക്കെ. പിന്നെ അതില് മെയിൻ ആക്ട്രസ് ഒരു ബോളിവുഡ് ആക്ട്രസ് ആണ്, അക്ഷ. ഓക്കെ, ആളായിട്ട് കോണ്ടാക്ട് ഉണ്ടോ? ആളായിട്ടും ഞങ്ങൾ ആക്ച്വലി ഇപ്പോൾ തമിഴ് സിനിമ ചെയ്തു. ശരിയാ, അതെ. അപ്പൊ അതില് മറ്റേ നന്ദ എന്ന് പറഞ്ഞൊരു ആക്ടർ ഉണ്ട്, അദ്ദേഹത്തിന്റെ പേരായിട്ടാണ് അക്ഷ. പിന്നെ ഞാനുണ്ട്, അങ്ങനെ പിന്നെ പ്രിയ വാര്യർ, അങ്ങനെ കുറെ പേരൊക്കെ ഉള്ള ഒരു സിനിമ ഞങ്ങൾ ചെയ്തു അടുത്ത്. സോ ടച്ച് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ അക്ഷയുടെ കല്യാണം കഴിഞ്ഞു ഇപ്പൊ അടുത്ത്. അതെ. സോ എന്താ പറയാ, എല്ലാവരും ലൈക്ക് മൂവിങ് ഓൺ വിത്ത് ഡിഫറെന്റ് ഫേസസ് ഓഫ് ലൈഫ്. അതെ. ഇപ്പൊ ഗോൾ പടത്തിലെ പാട്ടും ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള പഠിക്കോളൂ 2 വരി. ഞാൻ പാടുന്നില്ല, ഞാൻ പാടാൻ പറയുന്നില്ല. പക്ഷെ അതേപോലെ തന്നെ ഒരു നല്ലൊരു സോങ്സ് ഈ ഒരു പടത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അല്ല, സിക്കാഡയിൽ ആക്ച്വലി 6 പാട്ടുകളാണ് മലയാളം വേർഷനിലുള്ളത്. ആക്ച്വലി 4 ഭാഷകളിലുണ്ട്. ആക്ച്വലി ഫോർ ദ ഫസ്റ്റ് ടൈം ഈ 4 ഭാഷകളിലുമായിട്ട് ഡിഫറെന്റ് പാട്ടുകളാണ് എല്ലാ പാട്ടുകളും. ഐ മീൻ നോട്ട് ഈവൻ 1 സോങ് ഒരു ഡബ്ഡ് സോങ് ആയിട്ട് ഒന്നുമില്ല. സോ ബേസിക്കലി 24 സോങ്സ് ഉണ്ട്, 4 വേർഷനിലായിട്ട് അല്ലേ? ഇത് 6 മലയാളം പാട്ട്, തമിഴ് പാട്ട് 6, കന്നഡ, തെലുങ്കു, അങ്ങനെ. അത് പറഞ്ഞപ്പോ ശ്രീജിത്ത് ആളുടെ ഒരു മ്യൂസിക് സംഭവം കൂടെ ഇതില് ആഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരുപാടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ സിനിമയിൽ ആക്ച്വലി ലൈക്ക് മോർ ദാൻ ഡയലോഗ്സ്. കാരണം ഡയലോഗ്സിന്റെ പോർഷൻസ് കുറവാണ്. അതിനേക്കാൾ ഉപരി ഉള്ളത് മുഴുവൻ ബാക്ക്ഗ്രൗണ്ട് സ്കോറും സൗണ്ട് ഡിസൈനിങ്ങും ആണ്. കാരണം പ്രകൃതിയാണ് ഇതിന്റെ ഒരു മെയിൻ കീ പ്ലെയർ ഈ സിനിമയിൽ. എലമെന്റ്. അതെ. വെരി വെരി ഹാപ്പി. കുറേ നേരം നമ്മൾ സംസാരിച്ചു, ചെറിയൊരു ജേർണി നമ്മൾ സംസാരിച്ചു. ഇപ്പം നമ്മുടെ രജത്ത് ഇപ്പം റീസെൻ്റ് ആയിട്ട് ചെയ്യുന്ന സിക്കാഡയാണ് ഇപ്പം റിലീസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒരു ഹാപ്പിനെസ്സും കൂടെ ഷെയർ ചെയ്യാനാണ് വന്നത്. സോ ഹാപ്പി. നമ്മുടെ റിലീസ് ഡേറ്റ് എന്നാണെന്നും കൂടെ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് പൂജ. അപ്പോൾ എല്ലാവരും സിക്കാഡ ഓഗസ്റ്റ് 9 തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ വന്ന് കാണണം. ഒരു വലിയ എന്താ പറയുക ബ്രഹ്മാണ്ഡ പടം എന്നുള്ള അവകാശവാദങ്ങളൊന്നുമില്ല. ഒരു ചെറിയ സിനിമ ആയിരിക്കും, പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്കൊരു മോശമില്ലാത്തൊരു അനുഭവമെങ്കിലും തരാൻ ഞങ്ങൾക്ക് ശ്രമിക്കാൻ പറ്റുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. സോ ഹോപ്പ്ഫുള്ളി എന്തായാലും എല്ലാവരും വന്ന് കാണും, അഭിപ്രായങ്ങൾ പറയും. ഉയർന്ന ശമ്പളത്തോടുകൂടി മെഡിക്കൽ IT രംഗത്ത് ജോലി നേടിയാലോ? ഇത് മെഡിക്കൽ സ്ക്രൈബിംഗിന്റെ കാലം. മറക്കണ്ട, ലൂമിനിസ്.